നിന്റെ ഒരു ടീഷർട്ട് എനിക്ക് ഇടാൻ തരും. എന്റെ എല്ലാ ടീഷർട്ടും നരച്ചു വേണം. എനിക്ക് ഷർട്ട് മതി. എടാ ഷർട്ട് എല്ലാം പുതിയതാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല. ജോർജ്, എടാ ഇന്നലെ നമ്മ ഒരുമിച്ചിരിക്കണ സ്റ്റോറി ഇട്ടില്ലേ, അത് കണ്ടിട്ട് എന്തോരം പെമ്പിള്ളാരാടെ എനിക്ക് മെസ്സേജ് അയച്ചേക്കണം. എന്ത് മെസ്സേജ്? ഈ താടിക്കാരൻ ആരാണ്, താടിക്കാരന് വല്ല ചിക്കണ്ട, താടിക്കാരന് വല്ല പണിയുണ്ടാന്നൊക്കെ. അവൾമാരൊക്കെ പ്രൊഫൈലും കാർഡ് ഷെയർ ചെയ്ത് ദേ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. എടാ പിന്നെ നിന്റെ പുതിയ ഷർട്ട് എനിക്കൊന്ന് തന്നോട്ടാ. തരാടാ, നീ വീട്ടിലേക്ക് വന്നാ. എന്താടാ പറ. ജോസ് നിന്നെ മുതലെടുക്കണേ. നിന്റെ ഡ്രസ്സ് CC വെക്കണതാണ് അവന്റെ മെയിൻ ഹോബി. നിന്റെ മാത്രല്ല, അവൻ കൊറേ പേരെ CC വെക്കാറുണ്ട്. അവന് ഡ്രസ്സ് ഇടാൻ കൊടുത്താൽ നിനക്ക് വല്ല ചൊറയും പിടിക്കും. നീയൊക്കെ നമുക്കിട്ട് കൊണച്ചോ, പക്ഷെ ഇത്തിരി മയത്തിലൊക്കെ കൊണക്ക് കേട്ടാ. മച്ചാനെ ഈ മെഴുകുതിരിയൊക്കെയായിട്ട് അവിടെ പോയേച്ചി. ദേടാ പള്ളി പോയി കത്തിച്ചിട്ട് വന്ന വഴിയാ. എന്തായാലും നേർച്ചയുണ്ടായ. ഇല്ലടാ, നീ നാളെ ട്രിപ്പ് പോണ വണ്ടി കൊക്കയിലേക്ക് മറിയണ സ്വപ്നം കണ്ടാ ഞാൻ എണീറ്റത്. അപ്പൊ തന്നെ അവര് കൂടി മെഴുകുതിരി പള്ളിക്കൊണ്ടേ കത്തിച്ച്. എന്റെ മച്ച, എനിക്ക് സുറിയാനിപ്പള്ളി വരെയും കൂടി ഒന്ന് പോണം, ഇത് കത്തിക്കാം. ഞാൻ പോട്ടെ. എടാ പിന്നെ എനിക്ക് നിന്റെ ഷൂസ് ഒന്ന് വേണമായിരുന്നു. നീ എന്റെ വീട്ടിൽ കയറി മേടിച്ചോ. ഓക്കേ. ആ പോയ പാവത്തിനെ പറ്റിയാണടാ നിങ്ങൾ ഇത്ര നേരം കുറ്റം പറഞ്ഞത്. അല്ല വെച്ചു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീയൊക്കെ ഫ്രോഡാണ്, അവനാണ് സത്യസന്ധൻ. പുഴയിലൊന്നും ഉറങ്ങാൻ നിക്കണ്ട, വേണമെങ്കിൽ മലയുടെ മേളിൽ പോയിന്നോ, കൊക്കെ വീഴാണ്ട് നോക്കിയാൽ മതി. ഞാൻ ചെറിയ കൊച്ചൊന്നുമല്ല. നീ ഫ്രണ്ട്സിലെ അരവിന്ദനെ പോലെ തിരിച്ചു വന്നത് കണ്ട എനിക്കത് സഹിക്കാൻ പറ്റൂലടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നിന്നെ പോലെ ആരും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ട? ജോർജ്, നിന്റെ ഷർട്ട്, പാന്റ്, ഷൂസ്, ബെൽറ്റ് നാളത്തേക്ക് എനിക്കൊന്നും വേണം. നീ എന്റെ വീട്ടിൽ കയറി മേടിച്ചോ. പിന്നെ നിനക്ക് എന്റെ ഷഡ്ഡി വല്ലതും വേണടാ. പൊട്ടിക്കാത്ത പുതിയ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം വെക്കാൻ പറഞ്ഞേക്ക്.